മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ ഡെഡ് ബോഡി കമിഴ്ന്നാണ് കിടക്കുന്നത് എങ്കിലും മഹാലക്ഷ്മി ഉടുത്തിരുന്ന സാരിയാണ് ഡെഡ് ബോഡിയിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ മരിച്ചത് മഹാലക്ഷ്മി തന്നെയാണ് എന്നുള്ള കാര്യം പ്രതാപനും മേഘനും ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ മാർക്കോയാണെങ്കിൽ മഹാലക്ഷ്മിയും കൊണ്ട് ഗുണ്ടകൾ ഗോഡൌണിൽ എത്തുന്നതിന് വളരെ മുൻപ് തന്നെ ഗുണ്ടകൾക്ക് കണക്കിന് കൊടുത്ത് അവരെ മനുഷ്യ ബോംബാക്കിയിട്ട് മാർക്കോ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗുണ്ടകൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും മാർക്കോയുടെ നിയന്ത്രണത്തിൽ. മാർക്കോ പറഞ്ഞത് പ്രകാരമാണ് ഗുണ്ടകൾ മോർച്ചറിയിൽ നിന്നും ഒരു ഡെഡ് ബോഡി സംഘടിപ്പിച്ച് അതിനു വേണ്ടിയിട്ട് ചിത ഒരുക്കിയിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ പ്രതാപൻ ആദ്യമായിട്ട് ചിതയ്ക്ക് തീ കൊളുത്തുന്നുണ്ട്. പിന്നീട് ചിത ആളി കത്താൻ വേണ്ടിയിട്ട് പെട്രോളൊക്കെ ഒഴിച്ച് ആളി കത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ശേഷം മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മഹാലക്ഷ്മിയോടും കണ്ടൻസാറിനോടും ഇങ്ങനെ ഒരു ക്രൂരത ചെയ്ത് അവർക്ക് നല്ലൊരു പണി തന്നെ കിട്ടണമെന്നും പറയുന്നുണ്ട് കേട്ടോ. പ്രതാപനാണെങ്കിൽ കാര്യങ്ങളെല്ലാം വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് ഗുണ്ടകൾ ചെയ്തു തന്നതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പണം കൊടുക്കുകയും എന്തായാലും ഇനി കണ്ണനെയും ഇതുപോലെ ഇത്രയും നന്നായിട്ട് കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്ത ഗുണ്ടകൾക്ക് തന്നെ കണ്ണനെയും കൊല്ലിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാൻ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പിന്നീട് ഗുണ്ടകളാണെങ്കിൽ മാർക്കോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണം തന്നു എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി മരിച്ചു എന്ന് തന്നെയാണ് മേഘനും പ്രതാപനും കരുതിയിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അവർ ഈ രാത്രി ശാന്തമായിട്ട് ഉറങ്ങട്ടെ, ഇനിയാണ് യഥാർത്ഥ കളി തുടങ്ങാൻ പോകുന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രതാപനാണെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ ചൂടോടെ ഈ വിവരം ഉണ്ണിയെ വിളിച്ച് പറയുന്നുണ്ട്, മഹാലക്ഷ്മി എന്നുള്ള തലവേദന നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയി ഉണ്ണി. ഇനി എൻ്റെ കരുണമോളുടെ സന്തോഷം എനിക്ക് എന്നും കാണാമല്ലോ. ഇനി നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളോടൊത്ത് സന്തോഷമായിട്ട് കഴിയണം എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട് ഉണ്ണിയും കരുണയും ദുർഗയും മതിമറന്ന് തന്നെ സന്തോഷിക്കുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് കേൾക്കാൻ കാത്തിരുന്ന വാർത്ത അവർ ശരിക്കും ആസ്വദിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് മേഘനും വീട്ടിൽ ചെന്നിട്ട് വാമനോടും മഹാലക്ഷ്മി മുകളിലേക്ക് പോയി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. തവണയെങ്കിലും ഇത് നടന്നു കിട്ടിയല്ലോ മേഘ, ഇനി നിന്റെ അമ്മയുടെ പരാതി തീർന്നു കിട്ടും, ഇനി കണ്ണന്റെ സ്വത്തുക്കളൊക്കെ നമുക്ക് വന്നു ചേരുമെന്ന് പറയുമ്പോൾ അവനെയും അധികം വൈകാതെ മുകളിലേക്ക് പറഞ്ഞു വിടണ അച്ഛാ, അതിനി വലിയ പാടൊന്നും ഇല്ല എന്ന് മേഘനും പറയുന്നുണ്ട് കേട്ടോ. ശേഷം പ്രതാപനാണെങ്കിൽ വീട്ടിലെത്തിയതിന് ശേഷം മുത്തശ്ശിയോടും ഇക്കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അവളുടെ ചിതയ്ക്ക് ആദ്യത്തെ കൊള്ളി വെച്ചത് ഞാനാണ് അമ്മയെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് പ്രതാപ. ഇനി നിന്റെ ഭാര്യയുടെ അഹങ്കാരം എനിക്ക് കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതേ അമ്മേ, കണ്ണനും മഹാലക്ഷ്മിയും കൂടെ ഉണ്ടെന്ന് കരുതി എന്തൊരു അഹങ്കാരമായിരുന്നു അവൾക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപനും. ഇനി നമ്മുടെ കുഞ്ഞമ്മേ കമലേശ്വരത്തെ മഹാറാണി, കമലേശ്വരം ബിസിനസ്സും തറവാടുകളും എല്ലാം ഭരിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞാണെന്നും പ്രതാപൻ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മാർക്കോയാണെങ്കിൽ നമ്മുടെ മഹിയെ സേഫായിട്ട് ലേഖയുടെ വീട്ടിൽ കൊണ്ടുചെന്ന് ആക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് ലേഖയ്ക്കാണെങ്കിൽ മാർക്കോയെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് ലേഖയോട് നടന്നതെല്ലാം പറയുന്നുണ്ട് കേട്ടോ. മഹാലക്ഷ്മിയെ കുറച്ച് ദിവസം ആരും അറിയാതെ ഇവിടെ താമസിപ്പിക്കണം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയെ ഇല്ലാതാക്കാൻ നോക്കിയവർക്ക് തക്ക തിരിച്ചടി കൊടുക്കണമെന്ന് ലേഖയും പറയുന്നുണ്ട്. ശേഷം കണ്ണനെ വീഡിയോ കോൾ ചെയ്യാണ് കേട്ടോ മാർക്കോ. എന്നിട്ട് നടന്നതെല്ലാം കണ്ണനോട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണന് കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ ശരിക്കും ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് കേട്ടോ കണ്ണൻ സാറ് ഈ കളിക്ക് എൻ്റെ കൂടെ വേണം എന്ന് പറയുമ്പോൾ മാർക്കോയ്ക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ അവരെ ചെയ്യാം, ഒന്നിനും ഞാൻ എതിര് നിൽക്കില്ല. മാർക്കോ പറഞ്ഞതുപോലെ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ, എൻ്റെ ഹൃദയമിടിപ്പിനെയാണ് അവർ ഇല്ലാതാക്കാൻ നോക്കിയത്, അതിനുള്ള അത് അവർക്ക് കൊടുത്തേ പറ്റൂ. ഇനി ഒരിക്കലും അവരിങ്ങനെയൊന്നും ചെയ്യാനായിട്ട് ധൈര്യപ്പെടരുത്, അതിനു വേണ്ടത് എന്താണെങ്കിലും മാർക്കോയ്ക്ക് ചെയ്യാം, ഞാൻ എല്ലാത്തിനും കൂടെയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നെല്ലാം പ്രതാപനും മേഘനും പറയുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മിയെ ഇതിനു മുൻപും കൊല്ലാൻ നോക്കിയതിൻ്റെ ആ ഒരു തെളിവുകൾ, നിങ്ങളാണ് കൊല്ലാൻ നോക്കിയതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കുറ്റം സമ്മതിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ അവർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എസ് ഐയുടെ മർദ്ദനത്തിൽ ആകെ അവശരാകുന്നുണ്ട് കേട്ടോ പ്രതാപനും മേഘനും. ഇതിൻ്റെ എല്ലാം പിന്നിൽ നിന്നും ചരട് വലിച്ചിരിക്കുന്നത് നമ്മുടെ മാർക്കോയാണ്. അങ്ങനെ മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയത് ആ ഒരു കേസിൽ നിന്നും ഊരിപ്പോരാൻ കഴിയാതെ നെട്ടോട്ടോടുകയാണ് കേട്ടോ മേഘനും പ്രതാപനും. അവസാനം ഒന്നും വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലിൽ എത്തുന്നുണ്ട് അവർ. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാനേ നേരമുള്ളൂ. കാശെറിഞ്ഞിട്ട് കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാശെറിഞ്ഞിട്ട് എല്ലാത്തിൽ നിന്നും ഊരിപ്പോരാം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കണ്ണൻ്റെ സ്വാധീനത്തിന് മുൻപിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പരിതപിപ്പിക്കുന്നുണ്ട് കേട്ടോ. അവസാനം മേഘ, അവൾ ജീവിച്ചിരുന്നതിനേക്കാൾ മനസ്സമാധാനക്കേടാണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഒന്നും വേണ്ടായിരുന്നു എന്ന് പ്രതാപനും മേഘനും ഒടുവിൽ തോന്നിപ്പോവാണ്. അങ്ങനെ നെട്ടോട്ട് ഓടിക്കുകയാണ് കേട്ടോ അവരെ കൊണ്ട് മാർക്കോ. ഒടുവിൽ എല്ലാത്തിനും അവസാനം കണ്ണൻ ഒരു ദിവസം അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കണ്ണൻ ഒരു ദിവസം മഹാലക്ഷ്മിയും കൂട്ടി കമലേശ്വരത്ത് മടങ്ങിയെത്തുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിനെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്